പൊന്മകനായി നിന്നെ ഞാൻ വളർത്താം, നീ ഞങ്ങളുടെ പൊന്നോമനയായി വളരണം, ദൈവാനുഗ്രഹത്താൽ നിന്നെ ആരാലും പുകഴ്ത്തേണം. അന്ന് ഞാൻ ആ വരികൾ എഴുതിയത് എൻ്റെ കുഞ്ഞ് പഠിച്ച് മിടുക്കനായി ജോലി നേടി നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും അവനെ പുകഴ്ത്തണം എന്നുള്ള ആഗ്രഹത്താലാണ് ഞാനത് എഴുതിയത്. പക്ഷേ ജീവിതത്തിൽ സംഭവിച്ചതോ 22 വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചതോ അവനെ എല്ലാവരും ദുഃഖത്തോടും വേദനയോടും പുകഴ്ത്തേണ്ടി വന്നു. മകന്റെ വളർച്ച ഒരുപാട് സ്വപ്നം കണ്ട് കവിത എഴുതിയ അച്ഛൻ കൺതുറന്നപ്പോൾ കണ്ടത് ചേതനയേറ്റ ധീരജിന്റെ മുഖം. 22-ാം വയസ്സിൽ ക്യാമ്പസിലെ അക്രമരാഷ്ട്രീയം കവർന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ഓർമ്മകൾക്ക് 2 വർഷം. കുടുംബത്തിന്റെ ഓർമ്മകളിലെങ്ങും അവൻ മാത്രമാണ്. ഓമനിച്ചു വളർത്തിയ മകന്റെ മുഖം മാത്രം. മകനോ മകളോ അത് ഏറ്റവും പ്രിയപ്പെട്ടവരാകുമ്പോൾ അവരുടെ വേർപാട് അത് ഒരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല. 2022 ജനുവരി 10-നാണ് സംഭവം. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ധീരജ്. SFI പ്രവർത്തകനായിരുന്ന ധീരജിനെ ക്യാമ്പസ് പരിസരത്ത് വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. KSU കോൺഗ്രസ് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. നന്നായി പാട്ടുപാടുമായിരുന്ന ധീരജ് കലാരംഗത്തും സജീവമായിരുന്നു. നിങ്ങളെടുക്കുന്ന ഓരോ ജീവനും ഓരോ കുടുംബത്തിന്റെ പ്രതീക്ഷകളെയാണ് തകർക്കുന്നത്. 22-കാരനായ ധീരജിന്റെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെയാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്. കണ്ണൂരിൽ നിന്നും ഷാജു ചിന്തപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.